Which one of the following is an ethical value of cooperation? Options നോക്കാം. A. Self-help. B. Self-responsibility. C. Solidarity. And D. Social responsibility. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം ടോട്ടലി 10 കോപ്പറേറ്റീവ് വാല്യൂസ് ഉണ്ട്. ഇവിടെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എത്തിക്കൽ വാല്യൂ ഓഫ് കോപ്പറേഷൻ, കോപ്പറേഷന്റെ എത്തിക്കൽ വാല്യൂ എന്നറിയപ്പെടുന്നത് ഏതിനെയാണെന്നാണ്. അപ്പം 10 കോപ്പറേറ്റീവ് വാല്യൂസിൽ 4 എണ്ണത്തിലെ എത്തിക്കൽ വാല്യൂസ് എന്നാണ് അറിയപ്പെടുന്നത്. 4 എണ്ണം ഏതൊക്കെയാണ്? ഓണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഫോർ അതേഴ്സ്. അപ്പോൾ നമ്മുടെ സെൽഫ് റെസ്പോൺസിബിലിറ്റിയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇപ്പോൾ 10 കോപ്പറേറ്റീവ് വാല്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാളിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. പിന്നീട് 4 എണ്ണം വരുന്ന ഓണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഫോർ അതേഴ്സ്. സെൽഫ് റെസ്പോൺസിബിലിറ്റി, സ്വമേധയുള്ള അല്ലെങ്കിൽ സ്വയമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തിന് എന്ത് പറയും? കോപ്പറേറ്റീവ് വാല്യൂസ് എന്നാണ്. എന്നാൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്തത്തെ എന്ത് പറയും? എത്തിക്കൽ വാല്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം എത്തിക്സ് എന്ന് പറയുന്നത് മോറൽ വാല്യൂസ് ആണ് അല്ലേ? എത്തിക്സ് ആർ മോറൽ വാല്യൂസ്. നല്ല കാര്യം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരി ചെയ്യുന്ന ഒരാൾ, റൈറ്റ് തിങ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ എത്തിക്കൽ എന്ന് പറയുന്നത്. അത് ഹാർഡോ അല്ലെങ്കിൽ ഡേഞ്ചറസോ ആയിക്കോട്ടെ, പക്ഷെ അയാൾ ശരിയായ കാര്യം മാത്രമേ ചെയ്യൂ. അതിനെയാണ് എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്തിക്കൽ വാല്യൂസിൽ വരുന്ന 4 എണ്ണമാണ് എന്ത്? ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഫോർ അതേഴ്സ്. അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത് എത്തിക്കൽ വാല്യൂ ഓഫ് കോപ്പറേഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി.